പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ലൂക്ക 13:23 കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ തീർത്ഥാടനത്തിന് വന്നിരിക്കുന്നത്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നത്. അപ്പോഴും ചോദ്യമുണ്ട്, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? എല്ലാവർക്കും കിട്ടുമോ? എല്ലാവർക്കും രക്ഷ കിട്ടുമോ? ഇവിടെ വന്ന് എല്ലാവർക്കും അനുഗ്രഹം കിട്ടുമോ? ഈ ഒരു ചോദ്യം എനിക്ക് കിട്ടുമോ? കർത്താവെ, എനിക്കിന്ന് അനുഗ്രഹം കിട്ടുമോ? ഇത് നമ്മൾ പരിശ്രമിക്കണം. ഈ കുർബാന സമയം കർത്താവിനെ സ്നേഹിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ല, കർത്താവിനെ സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുക. അതാണ് പ്രധാനം. കർത്താവിനെ സ്നേഹിക്കുന്നവർക്കും വെറുതെ ഇങ്ങനെ അലക്ഷ്യമായിട്ടിരിക്കാൻ പറ്റില്ല. കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് ഇതായിരിക്കണം മാനദണ്ഡം എന്ന് ഞാൻ കരുതുകയാണ്. രക്ഷ പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത് മനസ്സിലാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, അയോഗ്യതകൾ നമുക്കെല്ലാം ഏറ്റുപറയാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ.
അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജരേ. സർവൈക ശക്തനാം ദൈവമേ, നാദനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദിവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതന ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യങ്ങളിൽ ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിലുണ്ടേലും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമായി തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങ് മാത്രം പരിപാവനൻ, അങ്ങുതാനേകണം നാഥനോ, അങ്ങ് മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ മനസ്സുകൾ ഒന്നായി ഒരുമിപ്പിക്കുന്ന ദൈവമേ, അങ്ങ് കൽപ്പിക്കുന്നവയെ സ്നേഹിക്കാനും അങ്ങ് വാഗ്ദാനം ചെയ്തവ ആഗ്രഹിക്കുവാനുമുള്ള അനുഗ്രഹം അങ്ങേ ജനത്തിനു നൽകണമേ. അങ്ങനെ ഈ ലോക ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങളുടെ മധ്യേ എവിടെയാണോ യഥാർത്ഥ സന്തോഷമുള്ളത് അവിടെ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉറപ്പിക്കുമാറാകട്ടെ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ അവരുടെ ചെയ്തികളും ചിന്തകളും അറിയുന്നു. ഞാൻ എല്ലാ ജനതകളെയും സകല ഭാഷകളും സംസാരിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടാൻ വരുന്നു. അവർ വന്ന് എൻ്റെ മഹത്വം ദർശിക്കും. അവരുടെ ഇടയിൽ ഞാൻ ഒരു അടയാളം സ്ഥാപിക്കും. അവരിൽ അതിജീവിക്കുന്നവരെ താർഷീഷ്, പുദ്, വില്ലാളികൾ വസിക്കുന്ന ലുദ്, തൂബാൽ,
യാവാൻ, വിദൂര തീരദേശങ്ങൾ എന്നിങ്ങനെ എന്നെപ്പറ്റി കേൾക്കുകയോ എൻ്റെ മഹത്വം ദർശിക്കുകയോ ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഞാൻ അയക്കും. അവർ എൻ്റെ മഹത്വം ജനതകളുടെ ഇടയിൽ പ്രഖ്യാപിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു. കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ഇസ്രായേൽക്കാർ ശുചിയായ പാത്രത്തിൽ ധാന്യബലി വസ്തുക്കൾ കൊണ്ടുവരുന്നത് പോലെ അവർ നിങ്ങളുടെ സഹോദരന്മാരെ എല്ലാ ജനതകളിൽ നിന്ന് കുതിരപ്പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കോവർ കഴുതകളുടെയും ഒട്ടകങ്ങളുടെയും പുറത്തും കയറ്റി എൻ്റെ വിശുദ്ധഗിരിയായ ജെറുസലമിലേക്ക് കാഴ്ചയായി കൊണ്ടുവരും. അവരിൽ നിന്ന് കുറേ പേരെ പുരോഹിതന്മാരും ലേവ്യരുമായി ഞാൻ തിരഞ്ഞെടുക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. എല്ലാവരും നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ. ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്. കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധനം ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യമാകരുമരുതേ. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. എന്നാൽ അതിൽ പരിശീലിക്കപ്പെടുന്നവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവമായ ഫലം ലഭിക്കുന്നു. അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ. മുടന്തുള്ള പാദങ്ങൾ സന്ധി വിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്കവിധം അവയ്ക്ക് നേർവഴി ഒരുക്കുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സുവിശേഷം ഇതായും പ്രഘോഷിക്കുന്നതിന് എൻ്റെ ഹൃദയമാത്രങ്ങളെയും അങ്ങ് സംശുദ്ധമാക്കി. കർത്താവ് നിങ്ങളോടുകൂടെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവേ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ അങ്ങനെ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കർത്താവേ, കർത്താവേ, ഞങ്ങൾക്കും തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ പറയും, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ പറയും, നിങ്ങളെവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ
എന്നിൽ നിന്നും അകന്നു പോകുവിൻ. അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലെറുമ്പുകയും ചെയ്യും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൻ്റെ വിരുന്നിനിരിക്കും. അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ സ്തുതി. സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇപ്പം കർത്താവെ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന ചോദ്യത്തിന് ഈശോ പറയുന്ന മറുപടി, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ. ഇപ്പം ഇടുങ്ങിയ വാതിൽ എന്ന് പറയുന്നത് കുറുക്കുവഴിയല്ല. കുറുക്കുവഴികളിലൂടെ പ്രവേശിക്കാൻ പറ്റില്ല. നമ്മൾ പലരും എളുപ്പ വഴികൾ തേടുന്നവരാണ്. ഇപ്പം ഞായറാഴ്ചയൊക്കെ ആചരിക്കുക, പള്ളിയിൽ പോവുക, കുമ്പസാരിക്കുക, ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അനുഗ്രഹം കിട്ടുന്ന വഴികൾ തേടി നടക്കുന്നവരാണ് നമ്മൾ. എന്തെങ്കിലും ചിലപ്പോൾ ദുരാചാരങ്ങളിലൊക്കെ ആളുകൾ പെട്ടുപോകുന്നത് ഈ കുറുക്കുവഴികൾ തേടുന്നത് കൊണ്ടാണ്. കർത്താവിൻ്റെ കൂടെ നിൽക്കാനായിട്ട് കുറച്ച് നാളെടുക്കുമല്ലോ. കർത്താവിൻ്റെ കൂടെ നിന്ന് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ചിലപ്പോൾ എപ്പോഴാണ് കർത്താവ് അനുഗ്രഹിക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് ഈശോ പറയുന്നത്, നമ്മൾ വിചാരിക്കും നമ്മൾ പരിശ്രമിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കും. അത് മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരാണ്, പ്രഭാതം മുതൽ വിളിക്കുന്നവരാണ്. പക്ഷെ രക്ഷപ്പെടുമോ എന്നതാണ് ചോദ്യം. അപ്പോൾ ഈശോ ഇങ്ങനെ മറുപടി പറയുന്നത്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ നിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഞാൻ മുട്ടിനിറങ്ങിയിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കൃപാസനം പത്രം വിറ്റിട്ടുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുമ്പോൾ ദൈവം ചിലപ്പോൾ ഇങ്ങനെ പറയും, ഞാൻ നിങ്ങൾ അറിയല. അതായത് 2 പ്രാവശ്യം ഇങ്ങനെ പറയുകയാണ്. ലൂക്ക 13:25-ലും 27-ലും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. നമ്മൾക്കതാണ് ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും രക്ഷപ്പെടുമോ? നമുക്കെല്ലാവർക്കും അനുഗ്രഹം കിട്ടുമോ? ആർക്കാ കിട്ടുക അനുഗ്രഹം കിട്ടുക? നമ്മളിന്ന് ചോദിക്കണം. ഇന്നിപ്പോൾ ഇവിടെ ഒരു 10,000 പേര് ഇവിടെ ഉണ്ടെങ്കിൽ 1000 പേരും രക്ഷപ്പെടുമോ? 1000 പേർക്കും അനുഗ്രഹം കിട്ടുമോ? ആർക്കാണ് കിട്ടുക? ബൈബിളിൽ ഇങ്ങനെ കടന്നു പോയപ്പോൾ ഈശോ പ്രത്യേകം റെക്കമെൻഡ് ചെയ്തവരുണ്ട്, ഈശോ കൂടെ നിന്നവരുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കിയപ്പോഴും സ്നാപക യോഹന്നാനെ കുറിച്ച് ഈശോ പറഞ്ഞിട്ടുള്ളത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോനേക്കാൾ വലിയവനില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഒരു നല്ലൊരു പ്രൈസാണ്, ഒരു സ്നാപയോഹന്നാന് കിട്ടുന്ന നല്ലൊരു ക്രെഡിറ്റാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്നാപയോഹന്നാൻ 3:30 പറയുന്നൊരു കാര്യം, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അവൻ വളരുകയും, ഈശോ എന്നിൽ വളരണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരെ ഈശോ റെക്കമെൻഡ് ചെയ്യും. എനിക്ക് നിന്നെ അറിയാമെന്ന് പറയും. ഈശോ വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഇപ്പോൾ ചരട് കെട്ടാനും തൂവാല കെട്ടാനും ഒക്കെ പോകുന്നവരെ ഞാൻ നിങ്ങളറിയല. കാരണം ചരടും തൂവാലയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. താക്കോല് പൂട്ടുന്നവരെ കണ്ടിട്ട് പറയും, താക്കോലുമായിട്ട് എനിക്കെന്താ ബന്ധം? ഞാൻ പത്രോസിനെ താക്കോൽ ഏൽപ്പിച്ചിട്ടുണ്ട്, പക്ഷേ താഴെ പൂട്ടിയിടാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ അറിയലെന്ന് പറയും. അതാണ്. അപ്പോൾ ആരെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? അവൻ എന്നിൽ വളരുകയും ഞാൻ കുറയുകയും വേണം. ഈശോ എന്നിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ പരിശുദ്ധ അമ്മയെ പലതവണ ഈശോ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈശോയെ കാണാൻ വേണ്ടി അവർ ശിഷ്യന്മാരും അമ്മയും കാത്തു നിൽക്കുമ്പോൾ നിൻ്റെ അമ്മയും സഹോദരങ്ങളും വന്ന് കാത്തു നിൽക്കുന്നു. അപ്പോൾ ഈശോ എന്താ പറയുക? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എന്ന് ഈശോ പറയും. ഇനി ഒരു സ്ത്രീ വിളിച്ച് പറയും നിന്നെ ഊട്ടിയ പയോധരങ്ങളും നിന്നെ വഹിച്ച ഉദരവും ഭാഗ്യമുള്ളവ എന്ന് പറയും. അപ്പോൾ ഈശോ പറയും, ദൈവവചനം പാലിക്കുന്നവരാണ് ഭാഗ്യമുള്ളവർ, അനുഗ്രഹീതർ. ദൈവവചനം പാലിക്കുന്നവർ, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അപ്പോൾ ആരെയാണ് ഈശോ റെക്കമെൻഡ് ചെയ്യുന്നത്? വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ, വചനം പഠിക്കുന്നവർ, വചനാധിഷ്ഠിത
ജീവിതം നയിക്കുന്നവർ, കൽപ്പനകൾ പാലിക്കുന്നവർ. ചിലപ്പോൾ ചില ആളുകളും ചില മാഗസിൻസും ചില കാര്യങ്ങൾക്ക് ബൈബിളിനേക്കാളും പരിശുദ്ധ കുർബാനേക്കാളും ചില വസ്തുക്കൾക്ക് പ്രാധാന്യം കൊടുത്തു പോകുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ കുർബാന ഈശോയുമായി യഥാർത്ഥത്തിൽ ബന്ധമുള്ള കാര്യമാണ്, വളരെ വ്യക്തമായിട്ടുള്ള ബന്ധമുള്ള കാര്യമാണ്. പക്ഷെ പരിശുദ്ധ കുർബാന സ്വീകരണത്തെക്കാളും വിശുദ്ധ ഗ്രന്ഥ പഠനത്തെക്കാളും മറ്റു പല കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ യഥാർത്ഥത്തിൽ ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുന്നവരാണോ? അപ്പോൾ ഈശോ റെക്കമെൻഡ് ചെയ്യുമോ? ഇനിയും അന്ധനായ ബർത്തിമേയോസ് ഈശോയെ കാണുമ്പോൾ ദാവീദിൻ്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ എന്ന് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കും. എനിക്ക് തോന്നുന്നു അവനറിയാം. കാരണം ഈശോ പറഞ്ഞിട്ട് എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കും, എൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ഈശോ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനറിയാം യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചാൽ രക്ഷ പ്രാപിക്കും. പലരും അവനോട് പറഞ്ഞ് ശകാരിച്ചു, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ഈശോ അവനെ വിളിക്കുക എന്ന് പറയും. കണ്ടോ ഈശോ കേട്ടത് കണ്ടോ? അവനെ അറിയും. മനസ്സറിഞ്ഞ് യേശുവിൻ്റെ നാമം വിളിക്കുന്നവരെ ഈശോ രക്ഷിക്കും. ഈശോ വന്നിട്ട് ചോദിക്കും, മകനെ നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കും. ബർത്തിമേയോസിനോട് ചോദിച്ച പോലെ. കാരണം യോഹന്നാന്റെ സുവിശേഷം 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിവ് നൽകി. ദൈവമക്കളാകാനുള്ള കഴിവ് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അറിയുന്നവർക്ക് ദൈവം കൊടുക്കും. ഇനി ഒരു പാപിനിയായ സ്ത്രീ വന്നിട്ട് കാല് കഴുകുമല്ലോ. അപ്പോൾ അവരെല്ലാവരും പറയും, ഇപ്പോൾ നമ്മുടെ യൂദാസ്കറിയോത്ത പറയും, അത് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു, അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു. അങ്ങനെ പലരും പിറുപിറുക്കും. ആ വീട്ടിലെ ആൾ പോലും പിറുപിറുക്കും, ഇവൻ പാപിയുടെ കൂടെ ഇരിക്കുന്നല്ലോ എന്ന് പറയും. ഇതൊന്നും അറിയാനുള്ള മനസ്സിവനില്ലേ എന്ന് പറയുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 7:47 ഈശോ പറയുന്നത്, ഇവൾ എന്നെ സ്നേഹിച്ചു. കണ്ടോ, ആ വെറും പാപിനിയായ സ്ത്രീക്ക് വേണ്ടി കൂടി പോലും ഈശോ സംസാരിക്കുന്നത് കണ്ടോ? ഈശോ അവളെ അറിയും. കാരണം ഈശോയ്ക്ക് വേണ്ടി അവൾ നല്ലൊരു കാര്യം ചെയ്തു. ഇനി ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോഴും ലൂക്കായുടെ സുവിശേഷം 15 പിതാവ്, അവൻ്റെ അപ്പൻ ധൂർത്തപുത്രനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കും. മുഷിഞ്ഞു വരുന്നയാളല്ലേ, പട്ടിണി കിടന്ന് പരിവട്ടായിട്ട് വരുന്നയാളല്ലേ, അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇത് അവൻ ആഗ്രഹിച്ചിരുന്ന കാര്യമാണോ? അപ്പൻ എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിക്കും എന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യമാണോ? കാരണം അവൻ ആഗ്രഹിക്കാത്ത കാര്യം പോലും, അവൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യം പോലും അവന് കിട്ടുന്നത് കണ്ടോ? കാരണം എന്താ? അവൻ പിതാവാണ് എൻ്റെ സ്വത്ത് എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് വന്നതുകൊണ്ടാണ്. ദൈവമാണ് എൻ്റെ സ്വത്ത്, ദൈവമാണ് എന്നെ നയിക്കുന്നത്, ദൈവമാണ് എല്ലാം പരിപാലിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നവരെ ദൈവം റെക്കമെൻഡ് ചെയ്യും. ഇനി നല്ല കള്ളൻ അറിയാമല്ലോ, 2 കള്ളന്മാർ അപ്പുറവും. പക്ഷെ നല്ല കള്ളൻ മാത്രം പറുദീസയിൽ പോയി. എന്തുകൊണ്ടാണ്? നല്ല കള്ളന് തൻ്റെ തെറ്റിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റവനെ ശകാരിച്ചു. എന്നിട്ട് ഈശോയെ റെക്കമെൻഡ് ചെയ്തു, ഈശോയെ ഒന്ന് ഡിഫെൻഡ് ചെയ്തു. ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് നല്ലൊരു അന്തസ്സുള്ളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നമ്മളിങ്ങനെ കുറേ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ നല്ല കള്ളൻ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് കയറിപ്പോയി, അങ്ങ് പറുദീസയിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അപ്പോൾ അതെങ്ങനെ സാധിച്ചു? നീ എന്നോടുകൂടെ ഇന്ന് പറുദീസയിലായിരിക്കും. അവന് വേണ്ടി ഈശോ സംസാരിച്ചത് കണ്ടോ? അതുപോലെ തന്നെ യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ നിന്നപ്പോഴും യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഈശോ കൊടുത്ത ഒരു വലിയൊരു നിധിയാണ് പരിശുദ്ധ മറിയം. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു കൊടുത്തത്. അത് മറ്റുള്ള ശിഷ്യന്മാർക്ക് അങ്ങനെ കൊടുത്തില്ല. മറ്റുള്ള ശിഷ്യന്മാർ ഈശോ ഇട്ടിട്ടോടിക്കളഞ്ഞു. കുരിശിൻ ചുവട് വരെ ഈശോയുടെ കൂടെ നിന്നത് യോഹന്നാൻ ശ്ലീഹായാണ്. യോഹന്നാൻ ശ്ലീഹായ്ക്ക് തൻ്റെ സ്വന്തം അമ്മയെ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു കൊടുത്തു. നമ്മൾ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിലല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുമ്പോൾ കുറേ പേരെങ്കിലും ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകമൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടുന്നത് ആർക്കാണ്? പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചിരുന്ന സമൂഹത്തിലാണ് പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടത്. അപ്പോൾ എവിടെയാണ് ഈശോ റെക്കമെൻഡ് ചെയ്യുന്നത്? ആർക്കാണ് ഈശോ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത്? ആരുടെ കൂടെയാണ് ഈശോ നിൽക്കുന്നത്? നമുക്ക് അതൊന്ന് ചിന്തിക്കാം, നമുക്കത് ധ്യാനിക്കാം. ഇന്നത്തെ ദിവസം അതിന് അനുഗ്രഹമായിട്ട് ഒരു അമ്മ ഇന്നലെ മുത്തുക്കുട ചോദിച്ച് അടയ്ക്കുകയാണ്. അച്ഛാ, മുത്തുക്കുട നേർച്ച എവിടെയാണ് അച്ഛാ? വേളാങ്കണ്ണിയിൽ എവിടെയാണ് മുത്തുക്കുട നേർച്ചയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവർ
ഇങ്ങനെ നേർന്നിരിക്കുകയാണ്. കൊച്ചിന് എന്തോ ഒരു അസുഖം വന്നു. അപ്പോൾ അമ്മുമ്മ കൊച്ചിന് വേണ്ടി നേർന്നിരിക്കുകയാണ്. കൊച്ചിനെ പിടിച്ചുകൊണ്ട് മുത്തുക്കുടം ചൂടി പള്ളിക്ക് ചുറ്റും നടന്നോളാമെന്ന്. ഈ മുത്തുക്കുട ചൂടി നടന്നു കഴിഞ്ഞാൽ ഈശോയുമായിട്ട് എന്തൊരു ബന്ധമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈശോയ്ക്ക് എന്തൊരു ബന്ധമുണ്ടോ മുത്തുക്കുടയായിട്ട്? ഈശോയുമായി ബന്ധമുള്ള കാര്യങ്ങൾ ചെയ്താൽ ഈശോ നമ്മൾ റെക്കമെൻഡ് ചെയ്യും. അതാണ് ദുരാചാരങ്ങളിൽ പെട്ടുപോകുന്നവർ. ഈശോയുമായി കണക്ഷനാകുന്നില്ല. ഈശോയുമായി കണക്ഷനായാൽ ഈശോ പറയും നിങ്ങൾ എനിക്കറിയാം എന്ന് പറയും. ഈശോയുമായി കണക്ഷനാകാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പരിശുദ്ധ കുർബാന അർപ്പണം. പരിശുദ്ധ കുർബാനയിൽ യോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റിയ വിധത്തിൽ പ്രസാദപരാവസ്ഥയിലേക്ക് വരാൻ കുമ്പസാരിക്കുക. ഇതൊക്കെയാണ് ഈശോയുമായി പെട്ടെന്ന് കണക്ഷനാകാൻ പറ്റിയ അവസരങ്ങൾ. അതുപോലെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുക. ഞാനാണ് വചനം, ഇല്ലേ? വചനം ദൈവമാണ്. അപ്പം ഈശോയെ വായിക്കുക, വചനം വായിക്കുക, കൽപ്പനകൾ പാലിക്കുക. ഈശോയുമായി കണക്ഷനാകുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം അനുഗ്രഹം കിട്ടി. ഇന്നത്തെ ഒന്നാം വായനയിൽ അതിജീവിക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് അതിജീവിക്കുക? ഇതൊക്കെ കേട്ടിട്ട് ആരാണ് അതിജീവിക്കുക? കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരാരാണ്? കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരിൽ ശേഷിക്കുന്നവരാരാണ്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ 4-5 വാക്യങ്ങളിൽ ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു വചനമുണ്ട്. ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത, ബാലാരാണ്? അന്യദേവൻ. കർത്താവിനെ തന്നെ പിടിക്കുന്ന കുറച്ച് പേരെ ഞാൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അതാണ് അതിജീവിക്കുന്നവർ. അവരാണ് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നവർ. അവരെയാണ് കർത്താവ് അറിയുന്നത്. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ തള്ളിക്കളയല്ലേ കർത്താവേ, ഞങ്ങൾ പരിശ്രമിച്ചോളാം കർത്താവേ. എന്താണ് യഥാർത്ഥത്തിൽ ഈശോയായിട്ട് കണക്ഷൻ വരുന്ന കാര്യങ്ങൾ, അത് ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയായിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് വെറുതെ നമ്മുടെ സമയം കളയാതെ, ചിലപ്പോൾ പലരും ചെയ്ത് ഭയങ്കര തൃപ്തിയാണ്. കുറേ കാര്യങ്ങൾ ഞാനത് ചെയ്തു, ഞാനതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് സ്വയമായിട്ട് തൃപ്തിപ്പെടുന്നുണ്ട്. പക്ഷേ ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാനാഗ്രഹമുണ്ട്. അവിടുത്തെ തിരുനിണം നുകരാൻ അതിയായ ദാഹമുണ്ട്. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാനാഗ്രഹമുണ്ട്. അവിടുത്തെ തിരുനിണം നുകരാൻ അതിയായ ദാഹമുണ്ട്. അതിനായി വരമേകണേ, അതിനീശോ നീ വരണേ. അതിനായി വരമേകണേ, അതിനീശോ നീ വരണേ. യോഹന്നാൻ 6:65. വരം ലഭിച്ചാലല്ലാതെ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ പരിശുദ്ധ മറിയമേ, കർത്താവിൻ്റെ കൂടെ എന്നും കണക്റ്റഡായിട്ട് നിൽക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. നമുക്കിപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലാൻ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യം അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിനും ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തുന്ന ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന
പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പിതാവായ ദൈവത്തോട് ഭക്തിവിശ്വാസ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, കത്തോലിക്ക സഭയെ സംരക്ഷിക്കുകയും കത്തോലിക്ക സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയെ പരിശുദ്ധാത്മാഭിഷേകം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഈ തീർത്ഥാടന കേന്ദ്രത്തെ അനുഗ്രഹിക്കണമേ. വാർഷിക തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകളെയും എല്ലാ നല്ല ക്രമീകരണങ്ങളെയും ഇവിടെ വന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ തീർത്ഥാടകരെയും ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളെയും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവേ, യാതൊരു പരിമിതികളും കുറവുകളും ഒന്നുമില്ലാതെ എല്ലാ നല്ല കാര്യങ്ങളും തിരുനാളിന് വേണ്ടി ഒരുക്കപ്പെടാനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന നാനാജാതി മതസ്ഥർ, പലവിധ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അവർക്കെല്ലാം ഈ തീർത്ഥാടന കേന്ദ്രവും ഇവിടെയുള്ള ശുശ്രൂഷകളും തിരുനാളും അനുഗ്രഹപ്രദമാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്നേഹപിതാവേ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. ഞങ്ങളിതാ പരിശ്രമിക്കുകയാണ്. കത്തോലിക്ക വിശ്വാസ ജീവിതം നയിച്ചുകൊണ്ട് അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയോടുകൂടെ ആയിരിക്കുവാനും കർത്താവേ, ഞങ്ങൾ അറിയാലെന്ന് പറയല്ല കർത്താവേ, ഈ പരിശുദ്ധ ബലിയിൽ ഞങ്ങൾക്ക് ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ഏകബലിയാൽ ദത്തെടുപ്പിൻ്റെ ജനതയെ അങ്ങേക്ക് വേണ്ടി അങ്ങ് നേടിയെടുത്തുവല്ലോ. അങ്ങേ സഭയിൽ ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാനങ്ങൾ കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ.
വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നിയ അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മതിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും
പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുംവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ 14 പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ്യമെത്രാനോടും മറ്റെല്ലാ മെത്രാന്മാരോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടു കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ.
ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കാരുണ്യത്തിൻ്റെ സമ്പൂർണ്ണ ഔഷധം ഞങ്ങളെ ഫലമണിയിക്കുകയും കാരുണ്യപൂർവ്വം പൂർണ്ണതയിലെത്തിക്കുകയും ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങനെ എല്ലാറ്റിലും അങ്ങേ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരാവുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.